ഈ കാണുന്ന പ്രോപ്പർട്ടീസ് നോക്കി അകത്തേക്ക് നല്ല നീറ്റായിട്ടുള്ള വീതിയുള്ള വഴിയൊക്കെ ഫോം ചെയ്ത് ഇതിനകത്ത് നമുക്കൊരു 6 പ്ലോട്ടാണ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളതെല്ലാം സെയിലായി. ഇനി നമുക്ക് 2 പ്ലോട്ട് മാത്രമാണ് ബാക്കിയുള്ളത്. ഈ കാണുന്ന ഒരു 5 സെൻറ്റും അവിടെ മേളിലായിട്ട് കാണുന്ന ഒരു 5.25 സെൻറ്റും പക്കാ കരഭൂമിയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പണ്ടൊരു വലിയ വീടുണ്ടായിരുന്നതാണ്. വീടെല്ലാം തട്ടിക്കളഞ്ഞ് ഇത് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് ഇങ്ങനെ പ്രോപ്പർട്ടീസായിട്ട് ഡിവൈഡ് ചെയ്തതാണ്. ആ വീട്ടിലുണ്ടായിരുന്ന ബാക്കി ഒരു ഡോഗിൻ്റെ കേജാണ് അവിടെ ഇരിക്കുന്നത്. അതിപ്പം നമ്മുടെ പ്രോപ്പർട്ടിയിൽ കിട്ടത്തില്ല, അത് വേറെ പ്ലോട്ടിലായിട്ട് ഓൾറെഡി പോയിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്ന ഒരു 5 സെൻറ്റും ഒരു 5.25 സെൻറ്റുമാണ് നമുക്കിനി വിൽപ്പനയ്ക്കുള്ളത്. പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം. വെമ്പായം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാൻ ശരിക്കും പറഞ്ഞാൽ 2 ആക്സസ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഏറ്റവും അടുത്തുള്ള ആക്സസ്. വെമ്പായം നമ്മൾ തിരുവനന്തപുരം നിന്ന് വരുമ്പോൾ വെമ്പായം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലൂടെയുള്ള ഈ ഒരു വഴി, ഓട്ടോ സ്റ്റാൻഡിന് തൊട്ട് മുന്നേ ആയിട്ട് കാണുന്ന ഈ ഒരു വഴി, ഇത് കറക്റ്റായിട്ട് നമുക്ക് 400 മീറ്ററാണ് ഇതുവഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറിപ്പോയി ഒരു മെയിൻ റോഡ് എത്തും. ആ മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെടുമങ്ങാട് റൂട്ടിലേക്ക് ജസ്റ്റ് കയറിയിട്ട് അവിടെ നിന്ന് തേമ്പാമൂട് പോകുന്ന റോഡ് അങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാൻ സാധിക്കും. വെമ്പായം ജംഗ്ഷനിൽ നിന്ന്, അതായത് പ്രോപ്പർ ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് ഏകദേശം ഒരു 400 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം. നമുക്ക് ആ പുട്ടുകടയുടെയൊക്കെ അടുത്തൂടെയുള്ള വഴിയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി കിടക്കുന്നുണ്ട്, അതിൻ്റെ അടുത്തായിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് വന്ന് കയറും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇടത്തോട്ട് ഇങ്ങനെ കുറച്ച് ദൂരം വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിൽ മുൻവശത്ത് ഇതിങ്ങനെ നീളം വാക്കിനുള്ള ഈ പ്രോപ്പർട്ടിയൊക്കെ ഓൾറെഡി സെയിലായതാണ്. നമുക്ക് പിൻവശത്തുള്ള 2 പ്ലോട്ടുകളാണ് ബാക്കിയുള്ളത്. ഇവിടെയൊക്കെ റോഡ് നല്ല വീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അകത്തേക്കും നമുക്ക് 3.5 മീറ്റർ വീതിക്കാണ് റോഡ് ഫോം ചെയ്തിട്ടുള്ളത്. റോഡ് ഫുള്ളായിട്ട് ഇതുപോലെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം കഴിഞ്ഞ മഴയത്തൊക്കെ ഇത്തിരി ഒന്ന് പുല്ല് കയറി കിടക്കുന്നതാണ്. നല്ല പക്ക കരഭൂമിയാണ്. അപ്പം നമുക്ക് MC റോഡ് അരികത്തായിട്ട് നല്ലൊരു പ്രോപ്പർ ജംഗ്ഷൻ അരികത്തായിട്ട് പ്രോപ്പർട്ടീസൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടീസാണ് കേട്ടോ. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 4.25 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. നമുക്ക് 5 സെൻറ്റ് പ്ലോട്ടുണ്ട്, തൊട്ട് മേളിലത്താണെങ്കിൽ ഒരു 5.25 സെൻറ്റ് പ്ലോട്ടുണ്ട്. ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 4.25 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ്. നമുക്ക് ഈ ഓവറോളായിട്ട് ഉണ്ടായിരുന്ന ഈ 6 പ്ലോട്ടുകളിൽ ഏറ്റവും ഉയർന്ന പ്ലോട്ട് ഈ കാണുന്ന 5.25 സെൻറ്റാണ് കേട്ടോ. എന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു കെട്ടിൻ്റെ മേളിലോട്ട് കുറച്ചുകൂടെ ഉയർന്നിട്ടാണുള്ളത്. അതുപോലെ തന്നെ ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ ഫുള്ള് വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കുമോ. ഈ പ്രോപ്പർട്ടിക്ക് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് 5 ലക്ഷത്തിനെ ബഡ്ജറ്റുള്ളവരെന്നുണ്ടെങ്കിൽ അതെടുക്കാം. 5.25 കുറച്ചുകൂടെ പൊക്കത്തിൽ ഉയരത്തിലിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 4.25 ലക്ഷം രൂപയാണ്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന ഒരു വാല് പോലത്തെ സ്ഥലം കണ്ട, അതായത് ഇതുവരേക്കും നമുക്ക് വന്നിട്ട് ഒരു കോമൺ പാർക്കിംഗ് ഏരിയ ആയിട്ട് മാറ്റിയിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഇങ്ങനെ റോഡ് അകത്തേക്കുള്ള റോഡ് ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഏരിയയിൽ നമുക്കൊരു കോമൺ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ ഇഫ് ഇൻ കേസ് ഗസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 വണ്ടികളൊക്കെ ഇവിടെ വരിക്കനെ പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് വാട്ടർ കണക്ഷനുള്ള പൈപ്പ് ലൈൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്നും നിങ്ങൾ വലിക്കേണ്ട കാര്യമില്ല, കണക്ഷൻ മാത്രം എടുത്താൽ മതിയാവും. 3 ഫേസ് ലൈനും നമുക്ക് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്.